ഹലോ ഗൈസ്, നമുക്കപ്പോൾ ട്രിവാൻഡ്രത്ത് ദ ഒലീവിൽ പോയാലോ? അതായത് വൈബിന് വൈബ് എന്ന് പറയുന്ന ഒരു പൊളി സ്ഥലം, അതിനനുസരിച്ച് ഫുഡും, അടിപൊളി ഫുഡും പൊളി വൈബും കിട്ടിയൊരു പ്ലേസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അടിപൊളി സ്ഥലം. ഞങ്ങൾ നൈറ്റിലാണ് കേട്ടോ പോയത്. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അവർ ഓരോ പോയിൻറ്റും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു നാച്ചുറൽ ബ്യൂട്ടി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഔട്ട്സൈഡ് ആയിരുന്നാലും ഇൻസൈഡ് ആയിരുന്നാലും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇരുട്ടത്ത് മീനിനെ തപ്പി പിടിക്കൽ പരിപാടിയായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ദലിച്ചുകുട്ടി എവിടെ നിന്നോ ബലൂണും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നല്ല ബർത്ത്ഡേ പാർട്ടിക്കും എല്ലാത്തിനും പറ്റിയൊരു പ്ലേസാണ്. അപ്പോൾ നോക്കി ഞങ്ങളൊരു സീറ്റ് കണ്ടുപിടിച്ച് ഇരിക്കാൻ തുടങ്ങി. അതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യണമല്ലോ. ആ സമയം കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് കരുതി. കറങ്ങിക്കാണാൻ അത്യാവശ്യം ഇവിടെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കറക്കം കറങ്ങിയിട്ട് വന്നു. അടിപൊളി സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം. ഇങ്ങോട്ട് നോക്കി, ഒരു സൈക്കിൾ ഉണ്ടായിരുന്നോ? ഈ സൈക്കിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു എഫും ഡിയും ഉണ്ട്. അതായത് ഫുഡെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഒരു സൈക്കിൾ മാത്രമാണ് കണ്ടത്. നോക്കിയേ, ഇപ്പോൾ കണ്ടത് വാഷിംഗ് ഏരിയ. എന്ത് സൂപ്പറല്ലേ? അങ്ങോട്ട് നോക്കി, അടുത്ത് ഒന്ന് കറങ്ങി വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡുകൾ എത്തി തുടങ്ങി കേട്ടോ. സൂപ്പർ ഫുഡാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഫുഡ്. സൂപ്പും സ്റ്റാർട്ടറും എല്ലാവരും 1 by 1 ആയിട്ട് എത്തി തുടങ്ങി. ഇവിടുത്തെ ബൺ പൊറോട്ട ഉണ്ട് കേട്ടോ, അടിപൊളി സംഭവം. നോക്കി, ഞങ്ങൾ ആദ്യം 2 സൂപ്പ് പറഞ്ഞിരുന്നു. ആദ്യം തന്നെ അത് 2 എത്തി കേട്ടോ. രാത്രി ചൂട് സൂപ്പ് പ്രത്യേക ഫീൽ അയച്ച് അങ്ങനെ പ്രകൃതിയൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ 1 by 1 ആയിട്ട് അടുത്ത ഫുഡ് വരാൻ തുടങ്ങി കേട്ടോ. എത്ര പറഞ്ഞിട്ട് മതിയാവാത്ത ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ് കേട്ടോ. ഓരോന്നും അവരത്ര അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നുണ്ടായിരിക്കും ഇത്രയും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അടുത്തായിരുന്നാൽ ഇവിടെ ഒന്ന് പോകണമെന്ന് എന്തായാലും നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സ്ഥലം. അങ്ങോട്ടേക്ക് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. കണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഉടനെ തന്നെ അടുത്ത ഫുഡ് എത്തി. ബൺ പൊറോട്ടയൊക്കെ നോക്കി, ഇതാണ് കുബേര ചിക്കൻ. അപ്പോഴൊക്കെ നോക്കി എന്ത് സോഫ്റ്റ് ആയിരുന്നു എന്നറിയാമോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഓരോ ഐറ്റങ്ങളായിട്ട് എത്താൻ തുടങ്ങി കേട്ടോ. എല്ലാവരും വന്ന് ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനും തുടങ്ങി. എല്ലാം ഒന്നിനൊന്നും മെച്ചം, ആരെയും പറ്റിയിട്ട് ഒന്നും പറയാനില്ല കേട്ടോ. നോക്കി, അവരുടെ പ്രസൻറ്റേഷൻ ആയിരുന്നാലും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഇത് നീർദോശയാണ്. അയ്യോ, എന്തൊരു സോഫ്റ്റ് ആയിരുന്നു എന്നറിയാമോ. ഇത്രയും സൂപ്പർ ഫുഡ്, നല്ലൊരു വൈബും. അങ്ങനെ ഞങ്ങളെല്ലാം യുദ്ധക്കളത്തിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇനി അവരെയൊക്കെ കഴിച്ച് തീർക്കൽ യുദ്ധത്തിലോട്ടാണ്. അത് കഴിഞ്ഞ് ഈ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മൊജിറ്റോ ഓർഡർ ചെയ്തു കേട്ടോ. ഇതെന്തുവാന്ന് നോക്കി, 2 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പക്ഷെ ചാടി എണീറ്റ് നിന്നൊക്കെ കഴിക്കേണ്ട അവസ്ഥയാണ്. ആളിച്ചിരി ഹൈറ്റ് കൂടുതല കേട്ടോ. അത് കഴിഞ്ഞ് നോക്കി, ഓരോ കല്ലിപ്പോലും അവരവരുടേതായൊരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. നോക്കി, ഇങ്ങോട്ട് നോക്കി, എല്ലാത്തിനും അതിൻ്റേതായ ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഈ ചെടിയോടുള്ള പ്രാന്തുള്ള ആൾക്കാരാണെങ്കിലേ ഈ പരിസരത്തോട്ടേ പോകണ്ട കേട്ടോ. എങ്കിൽ ഇവിടെ നിന്ന് നല്ല അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പിച്ചിപ്പറക്കി എടുത്താലേ. എനിക്കങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ അടി കിട്ടിയില്ല കേട്ടോ. താഴെ കൊഴിഞ്ഞ് കിടക്കുന്നതൊക്കെ എടുത്ത് നോക്കി ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങോട്ട് നോക്കി, അപ്പോഴാണ് ഞാൻ ഇതൊന്ന് ശ്രദ്ധിച്ചത്. എന്തുവാ അല്ലേ, അങ്ങനെ ഒരു സൂപ്പർ സ്ഥലം. അപ്പോൾ ബായ്.